ചെറിയൊരു പ്രശ്നമുണ്ട്. ഈത്തപ്പഴം കാണാല്ല. ഈത്തപ്പഴം വാങ്ങിക്കണു, പക്ഷെ റൂമിൽ വെച്ച് പോന്നു. ഫൺകാസ്റ്റ് തറവാടിന്റെ നോമ്പ് തുറ. പപ്പടം പൊടിഞ്ഞതാ. സുഖായില്ലേ? പട്ടിമോടെ ലൊക്കേഷൻ മഞ്ഞ നിറമുള്ള ഇന്നത്തെ നമ്മൾ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 പനകൾക്കിടയിലുള്ള പച്ചപ്പൊക്കെ വിരിച്ച ലൊക്കേഷനിലാണ്. 1000 രൂപ വത്തക. ഞാനിപ്പോ വേണ്ടി ഞങ്ങള് വത്തക 1000 വാങ്ങി. ഇന്ന് ഞങ്ങൾക്ക് അച്ചാർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഉമ്മാസ് കിച്ചൺ. മാംഗോ ക്യാരറ്റ് പിക്കിൾ, ബനാന പിക്കിൾ. വായിക്കല്ല ബനാന പഴം അച്ചാർ. ഇത് ബീഫ് അച്ചാർ. ഇതിനാക്രാന്തം കൂട്ടരുത്, കുറച്ചുള്ളൂ. എവിടെത്തി? വത്തക്ക മാത്രമേ ഉള്ളൂ ഇപ്പൊ. 18 ഒരു സാധനം മറന്നു. ഗസ്റ്റാൾ വന്നാൽ ഞാൻ കെട്ടിപ്പിടിക്കണം. നീ കെട്ടിപ്പിടിക്കണ്ട, സെഞ്ചാളൊന്നും കളയരുത് എന്ന് മൊയലാളി പറഞ്ഞു. ഈത്തപ്പഴം കാണാല്ല. ആ ക്യാമറ ബാഗിൽ ഈത്തപ്പഴം വാങ്ങിക്കണു, പക്ഷെ റൂമിൽ വെച്ച് പോന്നു. ചെറിയൊരു പ്രശ്നമുണ്ട്. ഫുഡ് കഴിക്കണമെങ്കിൽ വെളിച്ചത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം എൽ സി കൊടുക്കണം. എല്ലാവരും ഫ്ലാഷ് ഓൺ ആക്കി, എന്നിട്ട് ഫ്ലാഷ് ലൈറ്റ് ഡിന്നർ. ഷേക്ക് പോയി സംസാരിക്കണം. ആ കോർഡിനേറ്ററിനെ വിളിച്ചിട്ട് ഇത് പറഞ്ഞു. നോക്കാം അമിന ഓന്റെ ഒരു ഇലിമ് സൺ കിസ്സുന്നു. സൽമാൻ പണ്ടറടി. ഞാൻ വിശ്വസിക്കില്ല. സൽമാൻ ഞാൻ വിശ്വസിക്കില്ല. വാങ്ങി വന്നിക്ക സെൽവ. ഈത്തപ്പഴം കൊണ്ടാണ്ട് വന്നിക്ക ജിമ്മാടാ. മനോഹരമായ പാർക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡിയാക്കി തന്നില്ലേ? എങ്ങനെയുണ്ട് ഇതെന്താ ആകെ തലയിരുന്നിക്കണ്. കുമ്പിട്ട് പള്ള തടയത്രേ. പ്ലേറ്റ് ഇട്ടുകൊണ്ടാ ഒന്നും പറ്റില്ല, സേഫാണ്. പൂളന്റെ ബുദ്ധിയാണ്. 3 കുപ്പിയിൽ വെള്ളം കൊണ്ടുപോവാ, അവിടുന്ന് ഐസ്ക്രീം ഇടാന്ന്. എന്നിട്ട് ഒരു കുപ്പി നോക്കാം. ഇതിന്റെ കഴിഞ്ഞാൽ ഇതിക്ക് വെച്ചൂടെ? ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ പൊട്ടത്തരാ കൊണ്ടിട്ട് പൂളെ വേഗം വന്നു. 10 മിനിറ്റ് ഇവിടെ എത്തിക്കോ. പെണ്ണുങ്ങളെ പഠിപ്പിച്ചെടുത്ത് 6 മണിക്കാശം പേര് ഓർത്തിറങ്ങിയത്. ഇല്ലാന്ന് പറയാൻ നമ്മളെ ഒതന്റിക് ഡിഷാണ് നെയ്ച്ചോറ്, ചിക്കൻ കടായി. എയർപോർട്ട് കട്ടാണെന്ന് പറഞ്ഞ ഹൈപ്പിട്ട് പോയതാ. കുറച്ച് എരിയുണ്ട്, വേറെ പ്രശ്നമില്ല. കഴിച്ചില്ലേ? നാളെ മക്കളെ ഞാൻ ഇരിക്കട്ടോ. ഇത് കഴിക്കാൻ ഉമ്മാസ് പിക്കിൾ സ്പോൺസർ ചെയ്യുന്ന 3 അച്ചാറുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ബീഫ് അച്ചാർ സൂപ്പർ. അങ്ങനെ എടുക്കുക. ഉമ്മാസ് പിക്കിൾ സ്പോൺസർ ചെയ്യുന്ന ബീഫ് അച്ചാർ. ബീഫ് കഷ്ണമാണോ? പിന്നെ കഷ്ണമില്ലാണ്ട് എന്ത് ബീഫ് അച്ചാറാ? കൊണ്ടുപോയി. അപ്പൊ അടുത്ത അച്ചാർ പഴം. ഓ മോനെ, നേന്ത്രപ്പഴാണ്. മോനെ സീന് മക്കളെ, സീന് സാധനം. ഇത് പെടുത്തണ്ട ഇറച്ചി എടുക്കാനാണ്.